ഇതില് ആട് കഥാപാത്രമായിട്ട് വരുന്നുണ്ടോ? ഉണ്ട്. പറയാൻ പറ്റില്ല എന്നാണോ? ഇല്ല, ഉണ്ട്. ആട് 2 കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ആട് 3. പഴയ ഗെറ്റപ്പ് ഒക്കെ പിടിക്കുന്നത് ഫ്രെയിമിൽ നിർത്തിയിട്ട് മിഥുൻ ചേട്ടൻ തന്നെ എടാ പ്രായം ചെറുതായിട്ട് അറിയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ തോന്നിയില്ല ഞങ്ങളുടെ കാര്യമാണ്. അന്ന് 60 വയസ്സ്, ഇന്നും 60 വയസ്സ്. അത് തന്നെ. പുള്ളിയുടെ കൂടെ ഇങ്ങനെ വന്നു എന്നുള്ളതിന്റെ ബാക്ക് സ്റ്റോറി മിഥുൻ ചുമ്മാ പറഞ്ഞ ഇയാൾ കപ്പത്തോട്ടത്തിൽ കപ്പ പറിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ അസംകാർ അതുവഴി പോയ വഴിക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോയി. അറിയാവുന്ന ഭാഷ കന്നഡയിൽ എവിടെ പോകുന്നെന്ന് ചോദിച്ചു പോയി. ബാബിയുടെ തമ്മിൽ എന്നെ പൊക്കൊണ്ടങ്ങ് പോയി. ഈ സാധാരണ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഇറങ്ങുമ്പോൾ ഭയങ്കര നമ്മളെല്ലാം ഇത് ഭയങ്കര നിന്നിട്ട് അങ്ങനെ ചെന്നങ്ങ് കാണുമ്പോൾ അതിൻ്റെ ഇച്ചിരി താന്നു പോയാൽ പിന്നെ ഈ പടം അങ്ങനെയുള്ളൊരു സംഭവമുള്ള സിനിമയല്ല. ജഡ്ജ് ചെയ്യേണ്ട ലോജിക്കേ ഇല്ല. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് മിഥുൻ ചേട്ടനോട് പോയി പറയുക, പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുന്ന ഞാൻ ചെയ്യുന്നതാണ്. മാക്സിമം പുള്ളി ഒറ്റയ്ക്കുള്ളപ്പോ പോയി ചോദിക്കുക. എല്ലാവരും അങ്ങനെ കേട്ടോ. വലിയ കാര്യത്തിൽ വാളും പരിചയമൊക്കെ കൈ പിടിച്ചിട്ട് മിഥുൻ ചേട്ടാ നമ്മൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞാലും എന്തിനാണ് ഈ വേഷവും കെട്ടി ഇങ്ങോട്ട് വന്നെ, അവിടെ എങ്ങനെയും പോയി ചെയ്തു. നമസ്കാരം. ആട് 3 മാർച്ച് 19 വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോവുകയാണ്. അപ്പൊ പാപ്പന്റെ പിള്ളേരും വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നെൽസൺ ചേട്ടൻ തന്നെ ഞാൻ പാപ്പന്റെ പയ്യനല്ല, ഡ്യൂഡിന്റെ പയ്യനാണ്. പക്ഷെ അത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാലോ, രണ്ടുപേര് പാപ്പന്റെ പിള്ളേരെ നടുക്ക് ഡ്യൂഡിന്റെ ഒരു അങ്ങനെ അതെ ഡ്യൂഡിന്റെ ഒരു സുഹൃത്തു കൂടി നടുക്കിലിരിക്കുന്നുണ്ട്. അപ്പൊ നെൽസൺ ചേട്ടാ, അപ്പൊ ഈ ഒരു ആട് 3 എന്ന് പറയുമ്പോൾ നമ്മൾ ആടെന്ന് ഇപ്പോൾ പറയുമ്പോഴും നമുക്കൊരു ഭയങ്കര പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ഭാഗമായാലും രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയ സമയത്തും നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള പല പല കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? സിനിമയെ പറ്റി പറയുന്നതിന് പരാജയപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയുടെ 3-ാം ഭാഗം ഇറങ്ങാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ആ പടം എന്തിനു വേണ്ടി ജനം കയ്യിലെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 അതിഗംഭീരമായിരിക്കും, 100% നമുക്കെല്ലാം വിശ്വാസം. ഈ കാണാനിരിക്കുന്നവർക്ക് അവരെക്കാൾ ആകാംക്ഷയിലാണ് ഞങ്ങൾ അത് കാണാനായിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിഷ്വൽ ബ്യൂട്ടിയൊക്കെ ആയിട്ട് വളരെ ബിഗ് ബഡ്ജറ്റ് പടമാണ്. അതിലൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. കുതിര ഓടിച്ചു ഹെലികോപ്റ്ററിലൊക്കെ ഉള്ള സീനുകളൊക്കെയാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു കോമഡി പടത്തിൽ അങ്ങനെ ഇത്രയും പൈസ ചിലവാക്കിയ മലയാള ചിത്രം ആദ്യമായിട്ടാണ് ഇത്രയും പൈസ ചിലവാക്കിയുള്ളത്. അപ്പോൾ അതിലൊരു ഭാഗമായി നമുക്ക് പറ്റിയതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വളരെ ആകാംക്ഷയാണ് ഇത് സിനിമ തിയേറ്ററിൽ നിന്ന് കാണാനായിട്ട്. അതിഗംഭീരമായിരിക്കും. പിന്നെ ഡ്യൂഡ് സാറിൻ്റെ കൂടാണല്ലോ നമ്മുടെ അദ്ദേഹം അതുപോലെയല്ല നല്ല കമ്പനിയായിരുന്നു പുള്ളിയൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയുടെ കൂടെ നിന്ന് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. കാരണം സീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചിരുത്തിട്ട് ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മളെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ഓക്കെ ആയി നമ്മളെ പുള്ളിയുടെ രീതിയിലാക്കി വെച്ചിട്ട് നമ്മൾ ആ സീനും എടുക്കും. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ പോകും. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാണേണ്ട പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കരമാണ്. അല്ല, വിനായകൻ ചേട്ടൻ ഇപ്പൊ നമുക്ക് കളങ്കാവലിലായാലും നമ്മൾ ഇതിനു മുൻപ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് വിനായകൻ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ്. അതിഗംഭീരമായിട്ട് അത്രയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിനായകൻ ചേട്ടൻ. അപ്പൊ ഇപ്പൊ വിജയബാബു ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ആദ്യം സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഒരു സിനിമ പരാജയപ്പെട്ടിട്ട് രണ്ടാമത്തെ സിനിമ എടുക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചതിനെ പറ്റിയിട്ട്. അല്ല, അത് ധൈര്യം കാണിച്ചതെന്ന് അത് കണ്ട ഓഡിയൻസ് ആണ്, ഫസ്റ്റ് കണ്ട ഓഡിയൻസ് ആണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ വിജയിച്ചെല്ലാം പറയുന്നത് ഞാൻ കേട്ടു നമ്മുടെ ഇൻ്റർവ്യൂവിൽ തന്നെ. അപ്പം അത് ഓഡിയൻസിൻ്റെ ആവശ്യപ്രകാരമാണ് എടുക്കേണ്ടി വന്നതാണ് 2. അതായത് ഫസ്റ്റ് എടുത്തപ്പോൾ പരാജയപ്പെട്ടിൻ്റെ 2ൻ്റെ അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഓഡിയൻസിൻ്റെ ആ താല്പര്യം അതുകൊണ്ടാണ് 2 വന്നത്. 2 ഹിറ്റായപ്പോൾ 3യുടെ ആവശ്യം വരുന്നു. അപ്പോൾ വിജയിക്കും. 2 എന്തായാലും വിജയിച്ചു, പിന്നെ 3 എന്തായാലും വിജയിക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. അതായത് ഇപ്പൊ അത്രയും ഒരു വലിയ വിജയമായിരുന്നു ആട് 2 എന്ന് പറയുന്നത്. അപ്പൊ ഒരു 3 വരുന്ന സമയത്ത് നിങ്ങളുടെ ഒക്കെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? ഹരികൃഷ്ണന്റെ ഒക്കെ എങ്ങനെയായിരുന്നു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ആണ് ഇപ്പൊ ശരിക്കും മൊത്തത്തിൽ കുഴക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം
ആട് 3 എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും 1 റെസ്പോൺസ് 1 റിയാക്ഷൻ. അപ്പം അത് ആ ഒരു ടെൻഷൻ ഉണ്ട്. ഹൈ എക്സ്പെക്റ്റേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രതീക്ഷിച്ച സാധനം തിയേറ്ററിൽ കൊടുക്കണം. അപ്പം അതിൻ്റെ ആ ഒരു ടെൻഷൻ കാര്യങ്ങളുണ്ട്. കാരണം ആട് ഫസ്റ്റിൻ്റെ ട്രോമ ഓൾറെഡി കുറെ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതായത് എനിക്ക് തോന്നി ഇപ്പൊ മലയാള സിനിമയിൽ വേറൊരു യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ മലയാള സിനിമ പലതരത്തിലുള്ള ജോണറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകം ഇറങ്ങിയതിന് ശേഷമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഈ ഒരു ആട് 3 വരുമ്പോൾ നമ്മൾ 1ഉം 2ഉം കണ്ട പോലെയല്ല, വേറൊരു വേൾഡാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം. ആ ഒരു ചലഞ്ചിങ് ആയിരിക്കുമല്ലോ, ആ ഒരു എക്സ്പെക്ടേഷൻ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. മറ്റേതൊരു കോമഡി സിനിമയായിരുന്നു, പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു ടൈം ട്രാവൽ എന്താണ് ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ലോകം തന്നെയാണ്. 2 ടൈം ലൈൻ നടക്കുന്നുണ്ട് ഈ പടത്തിൽ. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ക്യാരക്ടർ പോസ്റ്റർ പാസ്റ്റ് ടൈം ലൈനിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ ആടല്ല, ഞങ്ങളുടെ ആട് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പ്രസന്റ് ആട് ഗെറ്റപ്പ്, അതായത് ആട് 2 ആട് ഫസ്റ്റിലെയും ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് എല്ലാം വിട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഓക്കെയാണ്, എല്ലാവരും സമാധാനമായി. ഇനി ഇത് രണ്ടും, അതായത് പാസ്റ്റ് ടൈം ലൈൻ ആണെങ്കിലും പ്രസന്റ് ടൈം ലൈൻ ആണെങ്കിലും എന്റെ ജോണർ സെയിം തന്നെയാണ്. കോമഡിയാണ് മെയിൻ. അത് ട്രെയിലറിൽ തന്നെ കാണുമ്പോൾ ആദ്യം കുറെ ഇടി വെടി പുക വിഷ്വൽ ബ്യൂട്ടിയാണ്, ഭയങ്കര വിഷ്വലാണ്. 2000 പടയാളികളും ഒക്കെ കൊണ്ട് ഭയങ്കര രാജകൊട്ടാരം അതൊക്കെയാണ് സംഭവം. പക്ഷേ കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണ്. ബുദ്ധിയുള്ളവർ ആരുമില്ലല്ലോ ഈ സിനിമയിൽ. നമ്മൾ ഈ കാണുന്ന കുറെ പണ്ടത്തെ കുറെ ഒരു കഥകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ബീർബൽ കഥകൾ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു വേൾഡ് തന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അത് മണ്ടത്തരങ്ങളും കോമഡിയൊക്കെയാണല്ലോ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ ആട് 3 അല്ലെങ്കിൽ ആട് 1 വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ ഒരു ലോൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് വരുന്നത് ഈ ഒരു സിനിമയ്ക്ക്? ഇതില് ഞാൻ പറഞ്ഞു പ്രസന്റ് ടൈമിലെ ക്യാരക്ടർ പ്രത്യേകിച്ച് വ്യത്യസ്ത കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ട്, അതായത് ആട് ഫസ്റ്റിൽ ചെറിയ പൊടി മീശ പരിപാടിയായിരുന്നു. ആട് 2 താടിയും മീശ വന്നു. ഇതിൽ ക്ലീൻ ഷേവ് ആണ്. അതാണ് ആ ഒരു എന്റെ ഇതിൽ വ്യത്യാസം. അതായത് ബാക്കി ക്യാരക്ടറും സ്വഭാവവും ഇതെല്ലാം സെയിം തന്നെയാണ്. മണ്ടനാണ്. അല്ല, പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെറ്റപ്പ് വരുമ്പോ നിങ്ങളുടെ ആ ഒരു ഗെറ്റപ്പ് ചേഞ്ച് ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ 2 ഗെറ്റപ്പ് വരണുണ്ട് നമുക്ക്. പാസ്റ്റിലും പ്രസന്റിലും 2 ഗെറ്റപ്പാണല്ലേ. അതുപോലെ തന്നെ ഉണ്ണിയുടെ ക്യാരക്ടർ, അതായത് ബാസ്റ്റി എന്നുള്ളൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹരീഷ്ണന്റെ ഒക്കെ ക്യാരക്ടർ പോലെ തന്നെ ഇതിലോട്ട് എങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്നത് സിനിമയിൽ? അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രസന്റിലേക്ക് വരാനായിട്ട് ഇപ്പോൾ നമുക്ക് നമുക്ക് അറിയാം ഇന്നതാണ് പരിപാടി, നമുക്ക് അതിൻ്റെ ഒരു മീറ്ററും പരിപാടി അറിയാം. സോ നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പാസ്റ്റ് ടൈം ലൈൻ ചെയ്യാനായിരുന്നു കുറച്ചുകൂടെ കൂടുതൽ എക്സൈറ്റഡ്. ഈവൻ മിഥുൻ ചേട്ടൻ പോലും പാസ്റ്റ് പരിപാടി ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്തൊരു പരിപാടി, അപ്പം അതിൻ്റെ അകത്ത് വരിക. അപ്പം പാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കെന്നുള്ള പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോൾ ആ അന്നത്തെ സംസാര ഭാഷയിൽ നിന്നുകൊണ്ട് തമാശകൾ ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന ഡിസ്കഷൻസ് നടക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ നീണ്ട ഡിസ്കഷൻസ് ആയി പോകും. കുറേ കൗണ്ടറുകൾ നമ്മൾ പറയും, ഇല്ലാതെ വർക്കാവുന്നില്ല, അങ്ങനെ കുറേ പരിപാടികളായിരുന്നു. അപ്പം ബേസിക്കലി നമ്മളെല്ലാവരും പാസ്റ്റ് സാധനത്തിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട്. എന്തായിരുന്നു വെച്ചാൽ ഇപ്പം പ്രസന്റില് നമുക്ക് നമ്മുടെ നോർമൽ കൊളോക്കിയൽ ലാംഗ്വേജിൽ നമുക്ക് കോമഡി വർക്ക്ഔട്ട് ചെയ്യാം, നാടൻ ഭാഷാ പ്രയോഗത്തിൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ അന്നത്തെ ഒരു ഏകദേശം ഒരു അച്ചടി ഭാഷ പോലത്തെ അതിൽ നിന്നിട്ട് കോമഡി വർക്ക് ചെയ്യണം. അതൊരു ടാസ്ക് പരിപാടിയായിരുന്നു ഏകദേശം. അത് ശരിക്കും ഇപ്പൊ പിന്നെ ഏറ്റവും വലിയൊരു ചലഞ്ച് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആട് 2 ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗെറ്റപ്പും എല്ലാ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോഴും നമ്മൾ ആ കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതേ ഒരു ഫീൽ ചെയ്യിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ ആട് 2 ആട് 1 കഥാപാത്രങ്ങളാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പൊ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു നിങ്ങൾക്കൊക്കെ? അതിന് നമുക്ക് സമയം തന്നായിരുന്നു കേട്ടോ. അതായത് നമ്മള് പഴയ കാലത്ത് എനിക്ക് ഇതൊന്നുമില്ല, വേറെ മീശ മുടിച്ച് വളർത്തി എന്റെ മുടി തന്നെ എനിക്ക് മുടി ഉണ്ടായിരുന്നു, എന്റെ സ്വന്തം മുടി. അപ്പൊ ഇതൊക്കെ താടിക്ക് എത്ര ഉണ്ടായിരുന്നു സമയം തന്നു. ഇത് പിന്നെ അവന് പഠിച്ചു കളഞ്ഞാൽ മതി. നമുക്ക് ഇതൊക്കെ ക്ലിക്കണമല്ലോ.
അങ്ങനെ കുറച്ച് സമയമൊക്കെ വേറൊരു തന്ന് പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആട് 2 കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ആട് 3 അതെ അതെ പ്രായമായി ഈ പഴയ ഗെറ്റപ്പ് ഒക്കെ പിടിക്കാൻ അത് ഫ്രെയിമിൽ നിർത്തിയിട്ട് മിഥുൻ ചേട്ടൻ തന്നെ എടാ പ്രായം ചെറുതായിട്ട് അറിയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. നമുക്ക് പിന്നെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഞങ്ങളുടെ കാര്യമാണ്. എപ്പോഴും അന്ന് 60 വയസ്സ് ഇന്നും 60 വയസ്സ് അത് തന്നെ അല്ല തെറ്റി 61 സോറി ഒന്ന് ഞാൻ കുറച്ചിട്ടുണ്ട് അതിനകത്ത് കുറയ്ക്കുന്നത്. അതെ. പക്ഷെ പിന്നെ അതുപോലെ തന്നെ ഇതില് ജയസൂര്യയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഗെറ്റപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു മാറ്റവും ഇല്ല. ഇതിപ്പോ നെൽസന്റെ കാര്യം പോലെ തന്നെ ഒരു മാറ്റവും നമുക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിലൊരു ഒരു ഡ്രസ്സിങ്ങിന്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. പണ്ട് അതൊരു റെഡ് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പൊ വരുന്ന സമയത്ത് അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ? ചേട്ടന്റെ എല്ലാം സരിത ചേച്ചി തന്നെയാണ് ഡിസൈൻ ചെയ്യണത്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് രണ്ടുപേരും കൂടെ ഉള്ള പരിപാടികളാണ്. എന്റെ പരിപാടിയായിരുന്നു. ഇതിന്റെ അകത്ത് എന്റെ കോസ്റ്റ്യൂം പ്രസന്റിൽ നമ്മൾ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ബെൽബോട്ടം ഒന്ന് പരിഷ്കാരി മാറ്റിയിട്ടുണ്ട്. പരിഷ്കാരിക്ക് ഇപ്പൊ അത് മനസ്സിലായി, ബെൽബോട്ടം ഔട്ട്ഡേറ്റഡ് ആയെന്ന് മനസ്സിലായിട്ട് അവൻ വേറൊരു സാധനം പിടിച്ചിട്ടുണ്ട് പരിഷ്കാരി. പക്ഷെ അതും മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റം തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഷൂട്ട് ചെയ്യണ സമയത്തൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ അത്ര എന്താ ഭയങ്കര കോമഡി ഉള്ള ഒരു ക്യാരക്ടേഴ്സ് എല്ലാവരും എടുത്ത് നോക്കുകയാണെന്നില്ല. ഇപ്പൊ വിനായകൻ ചേട്ടൻ്റെ അപ്പൊ നിങ്ങളുടെ ആ തരം കോമഡികളൊക്കെ ഇതിലും ശരിക്കും അതേപോലെ നല്ല രീതിയിൽ വരുന്നുണ്ടോ ഇതിൽ? തീർച്ചയായും വരുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ആ ഇത്. അപ്പൊ വിനായകൻ ചേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലും കാര്യങ്ങളിലൊക്കെ? വിനായകൻ ചേട്ടനായിട്ടൊക്കെ ഉള്ള ഒരു കോമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അദ്ദേഹം കുഴപ്പമില്ല. നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളെ വിളിച്ചിരുത്തി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് മോനെ ഇങ്ങനെ ചെയ്തോളാം അതങ്ങനെ ചെയ്തോളാം അതിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ട് പിന്നെ ചെയ്യുമ്പം പുള്ളി വേറൊരു ലെവലാണ്. ഇതിനകത്ത് 3 ക്യാരക്ടറാണ് പുള്ളി, 3 അല്ല 4 എണ്ണം ഉണ്ട്. അതും ഭയങ്കര വ്യത്യാസം. രാജാവിൻ്റെ വേറെ ഒരു ലുക്കും വേറെ ഒരു ഭാവവും. അല്ലാതെ പിന്നെ നമ്മൾ ഡ്യൂട്ട്സ് സാറിന് അറിയാമല്ലോ ആ ഒരു സംഭവം. അതിൽ തന്നെ 2 എണ്ണം ചെയ്യുന്നുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടും വരും, പെട്ടെന്ന് ഡ്യൂഡ് ആവും. അങ്ങനെ അത് 2 എണ്ണം. പിന്നെ അടിമപ്പാളയത്തിലൊരു സീൻ, അതിനകത്ത് അത് കണ്ടു കഴിഞ്ഞാൽ ഏവനും ചിരിച്ചു പോകും. അതുപോലുള്ള പിന്നെ ആക്ടിങ് ആണ് ചെയ്തത്. പിന്നെ ഭയങ്കരമായിട്ട് ജീവിതത്തിന്റെ വേറൊരു ഇതില് ആട് കഥാപാത്രമായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പറയാൻ പറ്റില്ല എന്നാണോ? സിനിമ ഇറങ്ങുമ്പോ നമുക്ക് കാണാം അല്ലേ? അപ്പൊ ഈ ഒരു സിനിമ ഇപ്പൊ വിജയ് ബാബു ചേട്ടൻ ഇതിൽ എല്ലാവരും പല പല കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ സർബത്ത് ഷമീർ ഉണ്ട്, അറക്കിൽ അബു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ഒരു ലൊക്കേഷനിലുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറീസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും? അതിഷ്ടംപോലുണ്ട്. അതേ ഉള്ളൂ. 10 മാസത്തെ മെമ്മറി എടുക്കാനുണ്ടെന്ന്. കുറെ മെമ്മറി മഴ കൊണ്ടുപോയി. എന്നാലും ഏതെങ്കിലും ഓർത്തെടുക്കാനുള്ള എന്തെങ്കിലും നെൽസൺ ചേട്ടൻ എന്തായാലും ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ഓർമ്മ ഉണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ മെമ്മറി തന്നെ ഇരിക്കട്ടെ എന്നതൊക്കെ. അല്ല പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം. പിന്നെ നമുക്കെല്ലാം ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം, എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും അല്ല തമാശയില്ല, ഇത്രയും വലിയ സെറ്റൊക്കെ ഇട്ടിട്ടേ ഒരു ദിവസം ഒരു ഷോട്ട് പോലും കൊടുക്കാൻ വയ്യാതെ പോലും ലക്ഷങ്ങളാണ് നഷ്ടം വരുന്നത്. മനസ്സിലായി? അങ്ങനെ എത്രയോ ദിവസം അങ്ങനെ നമുക്കെല്ലാം പൊതുവേ ഉള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കോമഡി എപ്പോഴും ഉണ്ടല്ലോ, സംസാരിക്കാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കോമഡി തന്നെയാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു ഡിലേ ആവാനുള്ള ഒരു കാര്യം ഇപ്പൊ ഇതേപോലത്തെ കാരണങ്ങൾ തന്നെയാണോ? എത്രയും ഒരു 10 മാസത്തേക്ക് ഒരു ഡിലേ വരാനുള്ള ഒരു കാരണം? ഇത് തന്നെ മഴ കുറെ ഡിലേയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മള് പ്ലാൻ ചെയ്തത് ഒരു 6 മാസത്തേക്കാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 25 റിലീസ് ചെയ്യാൻ പറ്റും, മെയ് തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ആദ്യമായിട്ടാണ് നമ്മൾ മെയ് മുതൽ ഡിസംബർ വരെയൊക്കെ മഴ പെയ്തത് കാണുന്നത്. അത് ശരിക്കും. പിന്നെ അതുപോലെ ഇപ്പൊ ഇത്രയും ക്യാരക്ടറില് എക്സ്ട്രാ പിന്നെ പുതുമുഖമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആരൊക്കെയാ വരുന്നത് ഈ സിനിമയില്? ഞങ്ങളുടെ ടീമില് പാപ്പങ്യാങ്ങില് ഫുക്രുവിന്റെ ഒരു എൻട്രി ഉണ്ട് പുതിയതായിട്ട്. പിന്നെ നമ്മുടെ അലയ ബോ എന്ന് പറഞ്ഞിട്ട് കനേഡിയൻ ആണ്, ഒരു പുതിയ ഞങ്ങൾ പിന്നെ നമുക്ക് അക്ഷയ് രാധാകൃഷ്ണൻ ഉണ്ട്. അക്ഷയ് ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാണ്ട് അവരുടെ കൂടെ ഇത്രയും കുറച്ച് താരങ്ങളുണ്ടല്ലോ, ശരി വലിയൊരു താരനിര തന്നെ ഉണ്ട് സിനിമയില്. അപ്പൊ ഇപ്പൊ ഈ ഒരു കഥ വന്നപ്പോഴേ നിങ്ങൾ ഇപ്പൊ 2 സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ
ഇപ്പൊ അതൊക്കെ ചെയ്ത് കോമഡി ആയിരുന്നു. അപ്പൊ ഈ ഒരു ജോണർ കൊണ്ടുവന്നപ്പോ നിങ്ങളുടെ അടുത്ത് വിജയബാബു സാർ പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു സ്റ്റോറി കേട്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും? ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു ടൈം ലൂപ്പിൽ കിടന്നിട്ട് കളിക്കുന്ന അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വായിച്ചപ്പോ ചിലപ്പോ എന്റെ ബുദ്ധി വികാസത്തിന്റെ കുറവുണ്ടായിരിക്കാം, അതുകൊണ്ട് സംശയങ്ങളൊന്നും ചോദിക്കാനും പോയില്ല. ഒന്നും പോയില്ല. എനിക്കിത് എന്റെ തലയ്ക്ക് ഉൾക്കൊള്ളണതിന്റെ മുകളിലായിരുന്നു. അപ്പൊ ഞാൻ ആരും കാണണ്ടേ പതുക്കെ ഞാൻ ഇതിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെ, എനിക്കൊന്നും മനസ്സിലായില്ല, ഇത് വർക്കാവോ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വിഷ്വൽ വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് ആളുകൾക്ക് കണക്റ്റ് ആവും. പിന്നെ ആ ഒരു സമാധാനമാണ്. അല്ല, എനിക്ക് എന്നെ വിളിച്ചപ്പോഴുള്ളത്, എനിക്ക് ആദ്യം തന്നെ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷമായി. അല്ലെ, ത്രീയിലൊക്കെ നമ്മളുണ്ടല്ലോ എന്നൊക്കെ ഇപ്പം നമ്മളെ ഉൾപ്പെടുത്തിയുള്ളതിന് സന്തോഷം, വലിയ പടമല്ലേ, സന്തോഷം. പിന്നെ ഞാൻ ഇതൊന്നും ചോദിക്കാൻ നിന്നില്ല. തരുന്ന ഒരേ സീനുണ്ടല്ലോ, നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒന്നും കാണാതെ മിഥുനൊന്നും ചെയ്യത്തില്ല. മിഥുൻ്റെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണല്ലോ പുള്ളി ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒന്നും കാണാതെ നമുക്ക് പിന്നെ കയ്യിൽ നിന്ന് സംഭവങ്ങൾ ഇടേണ്ടി വരത്തില്ല. പുള്ളി എഴുതി വെച്ചെങ്കിൽ ഡയലോഗ് നമ്മളങ്ങ് പറഞ്ഞാൽ മതി. എന്നാലും പുള്ളി നമ്മളോട് പറയും, ചേട്ടാ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നു പറയും. നമുക്ക് ആൾക്ക് സ്വാതന്ത്ര്യം, ഫുൾ സ്വാതന്ത്ര്യം. നമ്മൾ കൈ ഇട്ടിട്ടുമുണ്ട് അതിനകത്ത്. അപ്പം കൊള്ളാവുന്നതാണെങ്കിൽ പുള്ളി എടുക്കും, ഇല്ലെങ്കിൽ ആക്ഷേപം പറയും, എല്ലാവരുടെ മുന്നിൽ വെച്ച് കളിയാക്കും, ഉറക്കെ പറയും, ചേട്ടൻ പറഞ്ഞത് ആര് പറഞ്ഞാൽ ഈ പുള്ളി കളിയാക്കും. പക്ഷെ നല്ലതാണെങ്കിൽ പുള്ളി എടുക്കും. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അത് പുള്ളി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്നങ്ങ് അഭിനയിച്ചാൽ മാത്രം മതി, അത് 100% ഓക്കെ ആവും. നമ്മളെല്ലാം വിശ്വാസം അങ്ങനെ. അതെ അല്ലേ? അല്ല, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളൊക്കെ കുറച്ചാലായി നിങ്ങളുടെ ഒരു കോമഡി അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ട്, അപ്പൊ ഇതിലും നിങ്ങളുടെയൊക്കെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരിക്കും അല്ലെ, പ്രതീക്ഷിക്കാം. അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ സ്റ്റോറി കേട്ട സമയത്ത്? ഉണ്ണിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നു സിനിമകളൊന്നും കുറച്ച് കാലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സിനിമ വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സൈറ്റ്മെന്റ് അറ്റ് ദി പീക്ക് എന്ന് തന്നെ പറയണം. കാരണം ചേട്ടൻ ഇതുപോലെ ഒരു നമ്മള് കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിലല്ലേ സ്ക്രിപ്റ്റ് വായിക്കുന്നത്, ജനുവരിയിൽ എന്നെ വിളിച്ചിട്ട് പറയുന്നടാ നമ്മുടെ പരിപാടി ഓണാവാണ്, അടുത്ത മാസം സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ സ്ക്രിപ്റ്റ് റീഡിങ്ങിന് എല്ലാവരും കൂടി ഇരിക്കുന്നു, കഥ വായിക്കുന്നു. അന്നേരം ഓക്കെ ഇതാണ് പരിപാടി എന്നുള്ളത് മനസ്സിലാവുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് എന്ന് തുടങ്ങും, ഓക്കെ ബാക്കി പരിപാടികൾ, ആ ഒരു എക്സൈറ്റ്മെന്റ് പരിപാടി തന്നെയാണ് നിൽക്കുന്നത്. അതിപ്പോഴും നമ്മൾ നിൽക്കുകയാണ്. ആ എക്സൈറ്റ്മെന്റ് റിലീസ് ആവണ വരെ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഹാപ്പി. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ സിനിമ ഇറങ്ങിയാലേ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ എത്രത്തോളം അത്ര പീക്കിലാണോ നിൽക്കുന്നതൊക്കെ. ഇപ്പം നെൽസൺ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരെക്കാളും എക്സൈറ്റഡ് ആണ് നമ്മൾ ഇത് റിലീസ് ആവാനായിട്ട്. ഇത് ഒരു ചെറിയ സത്യമുണ്ട്, നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു. അല്ല, എവിടൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നല്ലേ ഈ സീനുകള് എങ്ങനെ കൊരുത്ത് വരുന്നതെന്നുള്ളത് കാര്യം അല്ല പുള്ളിയുടെ മനസ്സിലല്ലേ മൊത്തം ഇരിക്കുന്നത്. നമുക്ക് തരുന്ന സീനങ്ങ് അഭിനയിച്ച് പോകുന്നു. പിന്നെ കഥ ഇങ്ങനെ ഏകദേശം രൂപം നമുക്ക് അറിയാം, നമ്മൾ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വരുന്നത് കേൾക്കുന്നത്. പക്ഷെ എന്നാലും അല്ല, നെൽസൺ ചേട്ടൻ വിചാരിക്കുന്നത് കോമഡി ആണല്ലോ, ഇനി എങ്ങനെ സീരിയസ് കോമഡി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ഇതിനകത്ത് കോമഡി ആരും പറയുന്നില്ല ഈ സിനിമയിൽ, പൊതുവെ ആരും കോമഡി ആവുന്നതായിരിക്കും. എല്ലാവരും സീരിയസ് ആയിട്ട് ഓരോ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് അത് കോമഡി ആയിട്ട് തോന്നുന്ന സിറ്റുവേഷൻ അവരിപ്പോ അത് കോമഡി ആയി മാറുന്നത്. നമ്മള് സീരിയസ് പറഞ്ഞാൽ അത് കോമഡി ആയിക്കോളും. ഒരു ബ്ലാക്ക് ഹ്യൂമർ എന്ന് വേണേ പറയാം അല്ലെ, എല്ലാ തരത്തില് പറയുന്നത് അങ്ങോട്ട് കോമഡി ആയി പോവാണ്. അല്ല, നമ്മളിപ്പോ പാപ്പനും നമ്മളെല്ലാരും എല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതല്ലേ. ഇത് കാണുന്ന തേർഡ് പേഴ്സൺ ഈ സാധനം കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. നമ്മള് കോമഡിക്ക് ഡയലോഗൊന്നും പറഞ്ഞ അല്ലെങ്കിൽ പറയായിരുന്നു, നമ്മളൊക്കെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതിപ്പോ നമുക്ക് പറഞ്ഞുകൂടാ, അതുകൊണ്ടാണ് പറയാറ്. അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നു, നമ്മൾ സീരിയസ് ആയിട്ടാ ഓരോ കാര്യങ്ങൾ, രാജാവിനോട് ഓരോ കാര്യങ്ങൾ സീരിയസ് ആയിട്ടാ പറയുന്നത്. അതെല്ലാം ഞങ്ങൾക്ക് തലച്ചോറിന് അത്ര ഇതുള്ളൂ. അല്ല, അത് ശരിക്കും അത് ആ ട്രെയിലറിലൊക്കെ കാണുന്നുണ്ട്. ശരിക്കും സീരിയസ് ആയിട്ട് എനിക്ക് ഏറ്റവും ചിരി വന്നത് ഇതിനെല്ലാം ബാക്ക് സ്റ്റോറി ഓരോ ക്യാരക്ടറുണ്ട്. നെൽസൺ ചേട്ടന്റെ ക്യാരക്ടർ, അതായത് പഴയ പാസ്റ്റ് ടൈം ലൈനില് ഇദ്ദേഹം ടിപ്പുവിന്റെ പടം അതാ പറയല്ലേ, ഇല്ല ക്ലൈമാക്സ് പറഞ്ഞാലും കുഴപ്പമില്ല. പുള്ളിയുടെ കൂടെ ഇങ്ങനെ വന്നു എന്നുള്ളതിന്റെ ബാക്ക് സ്റ്റോറി മിഥുൻ ചുമ്മാ പറഞ്ഞ, ഇയാൾ കപ്പത്തോട്ടത്തിൽ കപ്പ പറിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ അസംഖാൻ അതുവഴി പോയ വഴിക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോയി. അറിയാവുന്ന ഭാഷ ഒരു കന്നഡ
എവിടെ പോകുന്നെന്ന് ചോദിച്ചു പോയി. ഭാവിയുടെ നമ്മൾ എന്നെ പൊക്കൊണ്ടങ്ങ് പോയത്. അപ്പൊ നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവായിരിക്കും. ഇല്ല, ഇത് പടത്തിലില്ല. നമ്മള് ഒരു ബാക്ക് സ്റ്റോറി നമുക്ക് തന്നതാ. ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഫീമെയിലിന്റെ ചെരുപ്പാണോ? ആ, ഏയ്. അല്ല, രണ്ടുപേരെ ഒരേ ചെരുപ്പിട്ടേക്കണം, അതുകൊണ്ട് ചോദിച്ചത്. ഏതെങ്കിലും ഒരു ക്യാമറ 2 ചെരുപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്യും. ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ട് നിന്നോട് ഇട്ടോളാൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അല്ല, അത് ആട് 3യുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നല്ലേ? അതെ. എന്നിട്ട് നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോടാ അത്. ഇത് 2 ഷൂ ഇട്ടിരിക്കുന്നു. അയ്യോ. അതുപോലെ വിജയ് ബാബു ചേട്ടൻ എന്തായാലും ഒരു ഇതുണ്ടാവില്ല, മോട്ടീവ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ 2 സിനിമ ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ വിജയ് ബാബു ചേട്ടനായിട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മള് ആട് ഫസ്റ്റ് തൊട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ആണല്ലോ. പിന്നെ പ്രൊഡ്യൂസർ കം കോ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഇത് അന്നൊന്നും അതേ ബന്ധം തുറന്നു പോകുന്നു. പിന്നെ പുള്ളി ചെയ്തേക്കുന്ന ഒരു വേഷം അത് കിടിലമായിട്ട്, നമ്മൾ കോമഡി എന്ന് പറഞ്ഞാൽ നല്ല, ഞാൻ ഭയങ്കരമായിട്ട് പാലത്തിനടുത്ത് ഒരു സീനൊക്കെ ഉണ്ട് പുള്ളിക്ക്, അത് പറയുന്നില്ല. അത് ആ സീനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചിരിക്കാത്തവനും ചിരിക്കും, ആ രീതിയിലാണ് പുള്ളി പെർഫോമൻസ് ചെയ്തേക്കുന്നത് കിടിലമായിട്ട്. പിന്നെ പുള്ളി നമ്മളോടൊക്കെ ലോഹ്യമായിട്ട് നിൽക്കെങ്കിലും ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ മഴയുടെയും അത് ഇതിൻ്റെയൊക്കെ കാര്യത്തിന് പുള്ളി എപ്പോഴും ടെൻഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഇല്ലേ മിങ്കിൾ ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അതെ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പ്രൊഡ്യൂസറും കൂടിയാണ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡിഫറെന്റ് ആയി തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് അല്ല, അത് പിന്നെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ പുള്ളി ആ ക്യാരക്ടറാണ്. പിന്നെ രക്ഷയില്ല, പിടിച്ചാൽ കിട്ടാൻ ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്, ഭയങ്കര സൂപ്പറായിട്ട് പുള്ളി ചെയ്തേക്കുന്നത്. അല്ല, അത് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, സിനിമ ഇറങ്ങിയാൽ തന്നെ നമ്മളെ കണ്ടതാ സീൻ, അതുകൊണ്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് നല്ലതായിരുന്നു ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. അപ്പൊ ഇപ്പൊ ഞാൻ പറയണ ഇപ്പൊ കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഒരു ശരിക്കും പറഞ്ഞ പുതിയൊരു കാലഘട്ടം, സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, അല്ലെ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. പല സിനിമകൾ വിജയിക്കുന്നുണ്ട്, അല്ലെ മലയാള സിനിമ എത്രത്തോളം ഉയരത്തിലാണ്, പീക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടോ സിനിമ ഇറങ്ങുന്നത്? നമ്മൾ ആ പീക്കിൽ നിന്ന് താഴോട്ട് ഇറക്കാം നമ്മുടെ സിനിമ ഇല്ല. മേളിൽ കുറച്ചുകൂടെ മേളിലോട്ട് പോകത്തതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ? അതാണ് ഒരു വലിയ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ആ എക്സ്പെക്ടേഷനോടൊപ്പം അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഹരിയൊക്കെ പറഞ്ഞ പോലെ ആ ടെൻഷനും ഉണ്ട് നമുക്ക്. കാരണം ഇത്രയും വലിയൊരു സാധനം ഹ്യൂമറിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു മാഗ്നിറ്റ്യൂഡിൽ ഒരു പടം വരുന്നത്. അപ്പം അത് പ്രേക്ഷകർക്ക് അത്രയും സാറ്റിസ്ഫൈങ് ആകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതിന്റെ ഒരു ടെൻഷനുണ്ട്. ഹരീഷ്ണനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ, ടെൻഷൻ കാരണം മിണ്ടാതിരിക്കണം. അതുകൊണ്ടൊന്നും അല്ല, ഈ സാധാരണ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെല്ലാം ഇത് ഭയങ്കര 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 വരെ നിന്നിട്ട് അങ്ങനെ ചെന്നങ്ങ് കാണുമ്പോൾ അതിന്റെ ഇച്ചിരി താന്നു പോയാൽ പിന്നെ അതാണ് എനിക്ക് തോന്നുന്നു പല സിനിമകളും ഹൈപ്പ് കൊടുത്തിട്ട് നമ്മൾ കാണുമ്പോ ഇത് അത്ര ഇല്ലായിരുന്നു. അതെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ഒരു വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു സമയം. ഇപ്പൊ എല്ലാവരും സിനിമ കണ്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയല്ല. ഈ പടം അങ്ങനെയുള്ള ഒരു സംഭവമുള്ള സിനിമയല്ല, ജഡ്ജ് ചെയ്യേണ്ട ലോജിക്കേ ഇല്ല. അല്ല, ഈ ഹൈപ്പ് കൊടുക്കുന്ന ഒരു ഇതിന്റെ കാര്യമാണ്. അപ്പോൾ വ്യൂവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അവർ പറയും അവർക്ക് വർക്കായില്ലെങ്കിൽ അവർ പറയും വർക്കായില്ല എന്നെ പറയുന്ന ഒരു രീതിയിലോട്ട് പോകുന്നത്. അപ്പൊ അതായത് ചോദിച്ചത് ആ തരത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകും. പിന്നെ പറയുമ്പോൾ ടെൻഷൻ നമുക്ക് എല്ലാവർക്കും പറയാൻ കുറെ പേര് കാണും അല്ലേ? എല്ലാം അറ്റ് ദി എൻഡ് ഓഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ നമ്മുടെ എഫേർട്ട് മാക്സിമം ഇട്ടിട്ട് ഔട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതെ, അത് നമുക്ക് തിയേറ്ററിൽ എന്തെങ്കിലും കാണാം അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ പറഞ്ഞല്ലോ പല പല ഒരു ജോണറിൽ വരുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ എന്തായാലും നമ്മൾ കഥ കേൾക്കുമ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കഥ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിരുന്നത് നിങ്ങൾക്ക്? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു, ഹരീഷ്ണൻ പറഞ്ഞു ഇങ്ങനെ ഒരു എനിക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ഉണ്ണിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിക്കണ വരെ നമ്മൾ ഉണ്ണിയുടെ കാര്യം പറയാൻ, ഉണ്ണി സിനിമ ഇങ്ങനെ പേന വെച്ചളം പോലെ കൂടെ ഉണ്ട് തീരുന്നവര്. ഷൂട്ടില്ലെങ്കിലും നമ്മുടെ ഡയലോഗ് എന്താണെന്ന് മറന്നു പോയി കഴിഞ്ഞാലും അവരടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ചിലപ്പോ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പണിയോട്. ഈ സിനിമകളല്ല, ഒരു
10-15 കൊല്ലം അല്ലെ 20 കൊല്ലം മുമ്പുള്ള സിനിമയുടെ ഡയലോഗ് വെച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും. ഓ അല്ല ഓളിനാളായിരുന്നു മൊത്തം അല്ലേ? അല്ല എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് ലൊക്കേഷനിൽ അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി നിൽക്കാം. അപ്പം ചോദിച്ച ചോദ്യത്തിന് എൻ്റെ അടുത്ത് എപ്പിക് ഫാന്റസി ആണെന്ന് അന്നേരം ഫസ്റ്റ് മിഥുൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിക്കണ വരെ അപ്പം അത് എങ്ങനെയായിരിക്കും മിഥുൻ ചേട്ടൻ്റെ പ്ലാനിലുള്ള എപ്പിക് ഫാന്റസി എങ്ങനെയായിരിക്കും എന്നൊക്കെ പണ്ട് കുറേ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ദിസ് ഈസ് ഹിസ് തോട്ട്, അതിൻ്റെ അകത്തിന് നമുക്ക് എന്തൊക്കെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ. ഇപ്പൊ നേരത്തെ നെൽസൺ ചേട്ടൻ പറഞ്ഞു കൈ നിട്ടിട്ടുണ്ടായിരുന്നു പറയാം, നിങ്ങളും അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒരു 10 സാധനം കഴിയുന്നിടും, അതിലൊരു 9 സാധനം പുള്ളി ഓടിക്കോളാൻ പറയും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ രഹസ്യമായിട്ട് പോയി ഒറ്റക്കുള്ളപ്പോൾ പോയി എന്റെ ചോദിക്കണം. ഭാഗ്യത്തെ ഞാൻ പറയാലോ, ഞാൻ ഒരു 3 സാധനം പറഞ്ഞു, അത് 3 ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നെൽസൺ ചേട്ടൻ അല്ല, നെൽസൺ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നെൽസൺ ചേട്ടന്റെ ഒരു ഹ്യൂമർ സെൻസ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് 3 എടുത്തിട്ടുണ്ട്. അതിപ്പോ ഞാൻ ഇത് പറഞ്ഞപ്പോ വിജയ് ചേട്ടൻ പറയുന്ന കേട്ട് അത് 3 ഉണ്ടാവുമല്ലോ, പിന്നെ നമുക്ക് ഫൈനൽ കട്ട് കഴിഞ്ഞിട്ട് അറിയാന്ന്. ഏതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ സാധ്യതയില്ല കേട്ടോ. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് മിഥുൻ ചേട്ടനോട് പോയി പറയുക, പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുന്ന എടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നതാണ് മാക്സിമം പുള്ളി ഒറ്റയ്ക്കുള്ളപ്പോൾ പോയി ചോദിക്കുക. എല്ലാരും അങ്ങനെ കേട്ടോ, എല്ലാരും അങ്ങനെ വിളിച്ച് ദൂരോട്ട് മാറ്റി നിർത്തി. ഇനി വരാൻ പറ്റില്ല പുള്ളിക്ക് ചിലപ്പോൾ മെസ്സേജ് ഒക്കെ അയക്കും, ഈ കൗണ്ടർ എങ്ങനെയുണ്ട് കൊള്ളാമോ. അല്ലെങ്കിൽ സിനിമ വേണോ ഈ പറഞ്ഞൊന്നും വന്നിട്ടില്ല. അല്ല കാരണം ഇല്ലാന്നുണ്ട്, കാരണം നമുക്കിപ്പോ കൗണ്ടർ തിയേറ്ററിലും ഓക്കെ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഓഡിയൻസിന്റെ റെസ്പോൺസ് ഓക്കെ, ഇത് അവിടെ ലൊക്കേഷനിൽ അത്ര ആൾക്കാരുടെ മുമ്പിൽ അങ്ങേരെ ആ റെസ്പോൺസ് അവിടെ നിന്ന് വരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഇത് ഇവിടെ പറയണ്ടെന്ന് അങ്ങനെയൊക്കെ പറയണേ പിന്നെയും രസം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാറ്? നമ്മളെ നാടൊക്കെ ഇത് പറയാനായിട്ട് എഴുന്നേക്കല്ലേ കസേര, അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഇത് പറയാനായിട്ട് നമ്മള് എഴുന്നേക്കല്ലേ വലിയ കസേര. കാര്യത്തിൽ വാളും പരിചയമൊക്കെ കൈ പിടിച്ചിട്ട് മിഥുൻ ചേട്ടാ നമ്മൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞാലോ, എന്തിനാണ് ഈ വേഷം കെട്ടി ഇങ്ങോട്ട് വന്നെ, അവിടെ എങ്ങനെയും പോയി അങ്ങനെയൊക്കെ പറഞ്ഞോളൂ പുള്ളി. ഈശ്വര, നമ്മുടെ ഒരു കോൺഫിഡൻസ് തന്നെ പോവില്ല. പിറ്റേ ദിവസം വരും, എടാ നമുക്ക് നാളെ അവിടെ എന്തെങ്കിലും അറിയാം. അല്ല ഇതതിന്റെ പിറ്റേ ദിവസം വരും, നാളെ നമുക്ക് മറ്റേ സീനിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം. ഞാൻ പറയാം എന്നോട് ചോദിക്കണ്ട, പറയുമ്പോ മറ്റേ മാറിയിരിക്കാൻ പറയാനല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ ഒരു ഇവിടെ കാണുമ്പോഴുള്ള കോമഡി തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമയിലും അതുപോലെ തകർക്കും ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാണുമ്പോൾ. അപ്പൊ March 19 വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോവാണ് ആട് 3. അപ്പൊ ഞാനടക്കം പ്രേക്ഷകർ വെയിറ്റ് ചെയ്യാണ് ആട് 3ക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ ഗംഭീര പെർഫോമൻസ് ആവട്ടെ, തിയേറ്ററിൽ വലിയ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു.